പന്നി ഫാമിലേക്കായി മാറ്റിവെച്ച ഭക്ഷണം പിടിച്ചെടുത്ത് പിഴ ഈടാക്കിയതായി പരാതി. പഴകിയ ഭക്ഷണം പിടികൂടിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ചിറ്റൂർ ഗ്രാഡ് പ്ലാസ ഉടമ മുഹമ്മദ് അഹമ്മദ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഹോട്ടൽ ഉടമ. പന്നി ഫാമിലേക്ക് നൽകാനായി എടുത്തുവെച്ച ഭക്ഷണമെടുത്ത നഗരസഭ ഫുഡ് ഇൻസ്പെക്ടർ പഴകിയ ഭക്ഷണമാക്കി മാറ്റി പിഴ ചുമത്തുകയായിരുന്നുവെന്നും യുവ സംരംഭകരെ തകർക്കുന്ന നടപടിയാണ് ചിറ്റൂർ നഗരസഭ ഫുഡ് ഇൻസ്പെക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും മുഹമ്മദ് അഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുതുനഗരത്ത് ഹോട്ടൽ വിജയിച്ചതോടെയാണ് ചിറ്റൂരിലും ഹോട്ടൽ ആരംഭിച്ചത്. കാലത്ത് 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് പ്രവൃത്തി സമയം. 11 മണിക്ക് ജീവനക്കാർ പോയതിനു ശേഷവും വിശന്നു വരുന്നവർക്ക് ഭക്ഷണം നൽകാറുണ്ട് താൻ. ബാക്കി വരുന്ന ഭക്ഷണം പന്നി ഫാമിലേക്ക് കൊണ്ടുപോകാനാണ് പതിവ്. ഇങ്ങനെ എടുത്തുവെച്ച ഭക്ഷണമാണ് നഗരസഭ ഫുഡ് ഇൻസ്പെക്ടർ പിടികൂടിയത്. പഴകിയ ഭക്ഷണമാണെന്ന് തെളിയിക്കുന്ന പരിശോധനാ ഫലമൊന്നും അധികൃതർ നൽകിയിട്ടുമില്ല. പാഷന്റെ പുറത്ത് ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു. പൂന്നകത്ത് 1.5 വർഷം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കുറച്ച് സക്സസ് ആയി കണ്ടപ്പോഴാണ് ഞാൻ ചിറ്റൂര് അണിക്കോട് ജംഗ്ഷനിൽ പുതിയൊരു കട കൂടെ ഇട്ടത്. കട നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മുടെ സ്ഥാപനം 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 12 മണിക്കാണ് അവിടെ പോയിട്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ 12 മണിക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ചില വഴിയാത്രക്കാരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കൊടുക്കാറുണ്ട്. നമ്മുടെ സ്റ്റാഫൊക്കെ 11 മണിക്ക് രാത്രി പോകും. അപ്പൊ ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പാത്രം കഴുകി വെക്കാറുണ്ട്. അവിടെ അടുക്കളയിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ പോകും. അങ്ങനെ എനിക്ക് നമ്മുടെ വാഷിംഗ് ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ 8:45 വരിക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ടീം ചിലപ്പോൾ 9:30, 10 ആ ടൈമിലൊക്കെയാണ് വരിക. അപ്പൊ അതിന്റെ ഇടയിൽ ചിറ്റൂര് മുനിസിപ്പാലിറ്റിയുടെ ഹെൽത്ത് വിഭാഗം 23-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് നമ്മുടെ ഹോട്ടലിൽ കയറി. അതിന് മുമ്പിന് 2-3 ഹോട്ടലിൽ ഒരു റെയ്ഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോട്ടലിൽ കയറുന്നത്. നമ്മുടെ ഹോട്ടലിൽ കയറുകയും അപ്പൊ നമ്മുടെ ഷട്ടർ ഒരു 3/4 ഭാഗം ഷട്ടർ താഴ്ത്തിയാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഷെഫ് കയറിയിട്ടേ ഉള്ളൂ. ക്ലീനിങ് വാഷിംഗ് സ്റ്റാഫൊന്നും വന്നിട്ടുമില്ല. ഇവർ കയറുകയും കളയാൻ വെച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ എടുത്ത് അത് പുറത്ത് കൊണ്ടുപോയി മുനിസിപ്പാലിറ്റിയുടെ വണ്ടി കൊണ്ടുവന്ന് അവിടെ ആ പഴയ വേറെ ഹോട്ടലുകളിൽ നിന്ന് പിടിച്ച ഭക്ഷണത്തിനോടൊപ്പം നമ്മുടെ ഭക്ഷണം കൂടി വെച്ച് അതൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു എല്ലാം നശിപ്പിക്കുന്ന പോലെയാണ് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് സാമൂഹിക മാധ്യമങ്ങൾ വിട്ടു. 8 മണിക്ക് ഇവർ ഈ ഭക്ഷണം കൊണ്ടുപോയി പഴകിയ വിൽക്കാൻ വെച്ചിരുന്ന പഴകിയ ഭക്ഷണം പിടിക്കപ്പെട്ടു എന്നുള്ളത്, ഞങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളത്. അപ്പൊ എനിക്കത് വളരെ മാനസികമായിട്ട് ഞാൻ വളരെ ഒരു ട്രോമയിലായി പോയി. കാരണം ഒരു യുവ സംരംഭകനെ ശരിക്കും സപ്പോർട്ട് ചെയ്യല്ല വേണ്ടത്. ഇവര് നമ്മളെ തേജോവധം ചെയ്യണ പോലെയാണ് ചെയ്തത്. ഇതിലൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുകളോ ഇപ്പൊ ഒരു പഴകിയ ഭക്ഷണം പിടിച്ചു ഒരു ലാബ് റിപ്പോർട്ടില്ല, ഒന്നുമില്ല. ഇവരതെല്ലാം അവിടെ വെച്ചിട്ട് ഞങ്ങൾ പഴകിയ ഭക്ഷണം പിടിച്ചു അങ്ങനെ എങ്ങനെ കൊണ്ട് അത് ന്യൂസ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സ്ഥാപനത്തിലോട്ട് ഇപ്പോ കസ്റ്റമേഴ്സ് വരാതെ എന്റെ കച്ചവടം 75% ബിസിനസ് ഡൗൺ ആയി. കൂട്ടേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ എത്തുന്നത്. മുനിസിപ്പാലിറ്റി പോയപ്പോ ഹെൽത്ത് ഇൻസ്പെക്ടർ സംസാരിച്ചു. അവര് ചെയ്തത് കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള ലെവലിൽ അവരത് സമ്മതിച്ചു തരികയും ചെയ്തു. പക്ഷെ സമ്മതിച്ചത് ഞാൻ പറഞ്ഞു ഇതിന് എനിക്ക് വ്യക്തമായി എനിക്കിതിന് നീതി കിട്ടണം എന്നുള്ള ലെവലിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ എന്താ ചെയ്യത്? എന്തായാലും ഞങ്ങൾ ന്യൂസ് കൊടുത്തതല്ല, ഇവർക്കൊന്നും കൊടുത്തതല്ല. ഇവരെല്ലാരും കൂടി ന്യൂസ് അത് വൈറലാക്കി ഞങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അവരിപ്പോ ചോദിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.